നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയിലെ അമിതാവേശത്തിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിനുള്ള ആവേശമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ദോഷകരമായ അമിതാവേശമാണ് പൊതുയുഗയാത്രയിൽ പ്രകടിപ്പിക്കുന്നതെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ. പുന്നൂർക്കുളത്ത് കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ 2ാമത് സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണനെ സമ്മാനിച്ചു. തലപ്പള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാനേ കഴിയൂ എന്ന് കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. പുസ്തക സമാഹരണത്തോടെ പുന്നൂർക്കുളം പഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്ന ഐക്യത്തിന്റെ അന്തരീക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തണമെങ്കിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് കെ മുരളീധരൻ. പുന്നൂർക്കുളത്ത് ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2ാമത് പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുയുഗയാത്രയിൽ തെരഞ്ഞെടുപ്പിനുള്ള ആവേശം അല്ല, മറിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ആവേശമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യുമെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. നമ്മളിങ്ങനെ 100ന്റെ കണക്ക് പറഞ്ഞിരുന്നാൽ പോരാ, നന്നായി പ്രവർത്തിക്കണം, ഒരേ മനസ്സോടെ നീങ്ങണം. ഈ സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയണ്ടത്, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ഈ ക്യാമറയിൽ ചിത്രം വരാനും TV ഇങ്ങനെ തല എത്തിയിട്ട് നോക്കും, ഇതൊക്കെ അവനോ വിചാരിക്കുന്നത് അറിയുമോ? നാട്ടുകാരൊക്കെ കാണുന്ന, പക്ഷെ നാട്ടുകാരെന്താ വിചാരിക്കുക എന്നുള്ള മാത്രം മനസ്സിൽ കാണുന്നില്ല. ഇയാൾ സ്ഥിരം ഒരു കുറ്റീനെ പുറയിൽ കാണുന്നുണ്ടല്ലോ എന്നാണ് ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ സാധാരണ പറയുക. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കറും ദീർഘകാലം തൃശൂർ MLA-യും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തേറമ്പിൽ രാമകൃഷ്ണന് പുരസ്കാരം സമർപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ P. ഗോപാലന്റെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകരായ സുനിൽ ചെറായിയെയും സക്കറിയ കുന്നച്ചൻ വീട്ടിലിനെയും ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, പുന്നേർക്കുളം വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു. ട്രസ്റ്റ് മെമ്പറും DCC സെക്രട്ടറിയുമായ AM അലാവുദ്ദീൻ സ്വാഗതവും ട്രസ്റ്റ് സെക്രട്ടറി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക രീതിയിലുള്ള ആംബുലൻസ് വാങ്ങുന്നതിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പൊതുരംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്നവർക്കായി നൽകിവരുന്ന ലീഡർ കെ കരുണാകരൻ സ്മാരക പ്രഥമ പുരസ്കാരം 2025 TV ചന്ദ്രമോഹന രമേശ് ചെന്നിത്തലയാണ് വിതരണം ചെയ്തത്. 25,000 രൂപയും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കുന്നംകുളം ചെറുവത്താനയിൽ 15 ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പുന്നൂർക്കുളം കടിക്കാട് സ്വദേശി വെള്ളാട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് 30 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന തള്ളിക്കൊണ്ടുള്ള SIT റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണ്, ഒരു വരി പോലും അംഗീകരിക്കില്ല. ശരിക്കുള്ള സംഭവങ്ങൾ ലൈവായി കേരളവും ഇന്ത്യയും മുഴുവൻ കണ്ട കാഴ്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പൂരം കലക്കുന്നതിൻ്റെ കാഴ്ചകൾ എല്ലാ ചാനലുകളിലും ലൈവായി കാണിച്ചതാണ്. ഇതിനെയെല്ലാം മറച്ചുവെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥയാണ് റിപ്പോർട്ടെന്നും ആ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണെന്നും മുരളീധരൻ പറഞ്ഞു. ഈ റിപ്പോർട്ട് VS സുനിൽകുമാറും CPIയും അംഗീകരിക്കുമോ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൂരം കലക്കിയത് പോലീസുകാരല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ
വ്യാജ റിപ്പോർട്ടാണിത്. ഇത്രയും നഗ്നമായ ഒരു സത്യത്തിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും വഷളായ റിപ്പോർട്ട് ഉണ്ടാക്കിയവരെക്കാൾ വഷളന്മാർ വേറെയില്ല. പൂരം കലക്കിയത് അജിത് കുമാറും പോലീസും തന്നെയാണ്. അതിൻ്റെ കൂടെ ആരൊക്കെ നിന്നുവെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണമെന്നും കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്നും തങ്ങൾ ആദ്യമേ പറഞ്ഞതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇതിനെല്ലാം പറഞ്ഞു വെച്ച് അജിത് കുമാർ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥ. ആ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാർ, പിണറായിയുടെ തിരക്കഥ അജിത് കുമാറിന്റെ സംവിധായകൻ. ഞാൻ ചോദിക്കുന്ന ഈ റിപ്പോർട്ട് സുനിൽ കുമാർ അംഗീകരിക്കും, CBI അംഗീകരിക്കും. സത്യം മറച്ചു വെക്കാണ്ട് കുറവാണ് റിപ്പോർട്ട്. ഇതിന്റെ ഒരു വരി പോലും ഞങ്ങൾ അംഗീകരിക്കും. പോലീസുകാരെല്ലാം തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വ്യാജ റിപ്പോർട്ടാണ്. അവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തന്നെ സത്യം അറിയാം. കളിക്കാൻ ഞങ്ങൾ ബന്ധമില്ല. അതുപോലെ തന്നെയാണ്, അതുപോലെ കുറ്റമാണ് ഈ കളർ റിപ്പോർട്ട് ഉണ്ടാക്കിയ സംഘം. പൂരം കലക്കിയ അജിത്കുമാർ പോലീസും തന്നെയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലേ, കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ്. ഇത് ഉണ്ടാക്കിയവരാണ് ഏറ്റവും കൂടുതൽ ആ പൂരം കലക്കിയതിനേക്കാൾ കുറ്റം ചെയ്ത് അവരെ സംരക്ഷിക്കുന്ന ഈ SIT സംഘം. പുസ്തക സമാഹരണത്തോടെ പുന്നൂർക്കുളം പഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ വിജ്ഞാനവാടികളിലേക്കും സാമൂഹ്യ പഠന മുറികളിലേക്കുമുള്ള സർക്കാരിന്റെ പുസ്തക സമാഹരണ പദ്ധതിയാണ് അക്ഷരോന്നതി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ആദ്യ പുസ്തകം കൈമാറിക്കൊണ്ട് അക്ഷരോന്നതി പഞ്ചായത്ത് തല പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കമലാസുരയ്യ സ്മാരക കേന്ദ്രത്തിലെ നിർമ്മാതളത്തിന്റെ ചുവട്ടിൽ ചേർന്ന അക്ഷരോന്നതി സംഗമത്തിൽ പുന്നേർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷനായി. ചെറുകഥാകൃത്ത് റഫീഖ് പട്ടേരി, കവയത്രി ഷീബ ദിനേശ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KH ആബിദ്, KP ധർമ്മൻ, CC ജയന്തി, സംഘാടക സമിതി കൺവീനർ AK സതീഷ് കുമാർ, ചെയർമാൻ ഉമ്മർ അറക്കൽ, RGSA ബ്ലോക്ക് കോർഡിനേറ്റർ R ശാന്തികൃഷ്ണ, അക്ഷരോന്നതി പഞ്ചായത്ത് കോർഡിനേറ്റർ ബിജോയ് പെരുമാട്ടിൽ, അബ്ദുൾ പുന്നേർക്കുളം, ഷബീർ അണ്ടത്തോട് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സാഹിത്യ ശില്പശാലയ്ക്ക് KC ശിവദാസ് നേതൃത്വം നൽകി. സാഹിത്യകാരന്മാർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ ലൈബ്രറി സമിതികൾ തുടങ്ങിയവർ അക്ഷരോന്നതിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. തലപ്പള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാൻ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. കോൾപ്പാടങ്ങളിൽ 4 ടൺ വരെ നെല്ല് സംഭരിക്കുമ്പോഴാണ് മറ്റ് പാടശേഖരങ്ങളോടുള്ള വിവേചനമെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ കൃഷിവകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും പരാതി നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ കർഷകർ നേരിട്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിസന്ധി, കൃഷിഭവനും സിവിൽ സപ്ലൈസും ഏക്കറിന് 2 ടൺ വരെയാണ് സംഭരിക്കാൻ സർക്കാർ അനുമതിയുള്ളൂ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. വലിയ ഉൽപ്പാദനം വന്നപ്പോൾ പലർക്കും 1 ടണ്ണ് മുതൽ 2 ടൺ വരെ ഒരു ഏക്കറിന് കയ്യിൽ സ്റ്റോക്കാണ്. ഇതെടുക്കാൻ കൃഷി വകുപ്പും സിവിൽ സപ്ലൈസും ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വം ഇടപെടണം. കർഷകർക്ക് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. അതല്ലെങ്കിൽ മുഴുവൻ കർഷകരെയും ചേർത്ത് ഈ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുപോയി സംഭാവന ചെയ്യേണ്ടതായിട്ട് വരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഭാഗമായി ഗുരുവായൂരിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 18 ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകാനായി സംഘടിപ്പിച്ച സംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ CH റഷീദ് അധ്യക്ഷത വഹിച്ചു. RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, അരവിന്ദൻ പല്ലത്ത്, VK ഫസലുൽ അലി, RP ബഷീർ, ഉമ്മർ മുക്കണ്ടത്ത്, KK ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം മണ്ടത്തോട് കെട്ടുങ്ങലിൽ പുനർനിർമ്മിച്ച മസ്ജിദു നൂറിന്റെ ഉദ്ഘാടനവും മതവിജ്ഞാന വിരുന്നും നടത്തി. മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മർഹൂം KM മുഹമ്മദ് മുസ്ലിയാർ നഗറിൽ നടത്തിയ മതസൗഹാർദ്ദ സദസ്സിൽ അണ്ടത്തോട് ഇമാം BM മുഹമ്മദ് അഷ്റഫി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ, സ്വാമി ആത്മദാസ് യമി എന്നിവർ പ്രഭാഷണം നടത്തി.
പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തലകശ്ശേരി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KH ആബിദ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. മസ്ജിദ് നൂർ ഇമാം സലീം സക്കാഫി സ്വാഗതവും റാഫി കൊട്ടാരംപാട്ട് നന്ദിയും പറഞ്ഞു. സമാപന ദുആ സമ്മേളനത്തിന് സയ്യിദ് അൽഫാളിലി ജിഫ്രി വടക്കൂട്ട് നേതൃത്വം നൽകി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിൽ വൈകിട്ട് സ്ത്രീകൾക്ക് മസ്ജിദ് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഭാരവാഹികളായ സക്കറിയ വെളുത്താടത്ത്, നിഷാദ് കൊട്ടാരംപാട്ടയിൽ, ഷറഫ് വെളുത്താടത്ത്, സാദിഖ് കൊട്ടാരംപാട്ടയിൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 13 റേഡിയോ ദിനം. കാലം മാറിയതനുസരിച്ച് റേഡിയോ അപ്രത്യക്ഷമായെങ്കിലും മാറ്റമില്ലാതെ റേഡിയോ കൈവിടാതെ നെഞ്ചിലേറ്റി നടക്കുകയാണ് തിരുവത്ര കുഞ്ചേരി സ്വദേശി ആചാരി തിരുവത്ര എന്ന മോഹൻദാസ്. പരിചയപ്പെടാം ഒരു റേഡിയോ സ്നേഹിയെ. ഹാരിസ് ചാവക്കാട് നൽകിയ റിപ്പോർട്ട്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. സ്മാർട്ട് ഫോണുകളുടെ വിപ്ലവവും സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരവും ആചാരി തിരുവത്രയ്ക്ക് റേഡിയോയോടുള്ള ഭ്രമം ഒട്ടും കുറച്ചില്ല. 13ാം വയസ്സിൽ തുടങ്ങിയതാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കുവാൻ. ഇപ്പോൾ 50 വർഷം പിന്നിട്ടു. റേഡിയോ പംക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് ആചാരി തിരുവത്ര ആകാശവാണിയിലേക്ക് അയച്ച കത്തുകളുടെ എണ്ണം കേട്ടാൽ ആരായാലും ഒന്ന് അതിശയിച്ചു പോകും. കാരണം 40,000 കത്തുകൾ കവിഞ്ഞു. ഉച്ചപ്പാട്ടിന്റെ ഈ തിങ്കൾ പതിപ്പിലെ അതിഥി ആചാരി തിരുവത്ര സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച ആനുകാലികങ്ങളിൽ ചിലതിന്റെ പേരാണ് പാട്ടിനു മുന്നേ കൂട്ടുകാരി പറഞ്ഞു നിർത്തിയത്. ചെമ്പരത്തി, മനോരാജ്യം, സഖി, പശ്ചിമതാരക, കുമാരി, സായാഹ്ന കൈരളി തുടങ്ങിയ പത്രമാസികകളിലും ആചാരി തിരുവത്ര എഴുതാറുണ്ട്. 50 വർഷത്തോളമായി ആകാശവാണിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ് മോഹൻദാസിനുള്ളത്. ആകാശവാണി നിലയങ്ങളുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഇദ്ദേഹത്തിന് റേഡിയോ കൂടാതെയുള്ള സമയം വളരെ അപൂർവമാണ്. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഈ 63കാരൻ. എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നും ആകാശവാണി എൻ്റെ ഹൃദയത്തിലാണ്. സന്തത സഹചാരിയായി ഒരു പോക്കറ്റ് റേഡിയോ കരുതുന്നത് മോഹൻദാസിന് ഒരു ശീലമാണ്. ജോലിയുടെ ഇടവേളകളിൽ പോലും റേഡിയോ കേൾക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതും. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും മോഹൻദാസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ആചാരി തിരുവത്ര. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ ഉഷനന്ദിനിയാണ് ഭാര്യ. മകൾ അർച്ചനാദാസ് ഹോമിയോ ഡോക്ടറാണ്. ഇരുപത്തിരണ്ട് വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായിക അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന നാസർ ഹുസൈൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ കബഡി സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. കടിക്കാട് വെൽഫെയർ കമ്മിറ്റി, നാട്ടുകൂട്ടം, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം നടത്തിയത്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ഷിമോദ് കാട്ടിച്ചേരി, KP ധർമ്മൻ, മിനി ടീച്ചർ, ആലത്തൈൽ മൂസ, ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കബഡി സൗഹൃദ മത്സരത്തിൽ MI ഗേൾസ് പൊന്നാനിയും കടിക്കാട് കബഡി അക്കാദമി ടീമും കളത്തിലിറങ്ങി. 34 പോയിന്റ് നേടി MI ഗേൾസ് പൊന്നാനി വിജയിച്ചു. ചേർത്തലയിൽ നിന്നും എത്തി കടിക്കാടിനെ സ്വന്തം നാടായി സ്വീകരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച നാസർ ഹുസൈൻ മാസ്റ്റർ സ്കൂളിന് കബഡി ഉൾപ്പെടെ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. കബഡി മത്സരശേഷം 7 മണിക്ക് കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്ന നാടകവും ഉണ്ടായിരുന്നു. 13-ന് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന യാത്രയപ്പ് സമ്മേളനം
മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിക്കും. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജംഷീറ, ബ്ലോക്ക് മെമ്പർ V അപ്പു മാസ്റ്റർ, പുന്നൂർകുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് തുടങ്ങി വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുക്കും. ചടങ്ങിൽ കബഡി സംസ്ഥാന ഗോൾഡ് മെഡൽ ജേതാവ് ദിയ ഫാത്തിമയെയും സിൽവർ മെഡൽ ജേതാവ് കൃഷ്ണപ്രിയയെയും അനുമോദിക്കും. തുടർന്ന് 6 മണിക്ക് വോയിസ് ഓഫ് ചേഞ്ച് അണ്ടത്തോട് ഗസൽ മഹ്ഫിലും അരങ്ങേറും. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പട്ടിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പട്ടിക്കര സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ മത്സരവേദിയിൽ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഇർഫാൻ അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റോഷൻ, അജ്മൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ടൂർണമെന്റിൽ നൌഷാദ് ആൻഡ് അറാഫത്ത് എന്നിവരടങ്ങിയ ടീം 1ാം സ്ഥാനവും റസൽ റൌഫൻ അൻവർ ടീം 2ാം സ്ഥാനവും സ്വന്തമാക്കി. സംഗീതാസ്വാദകരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പാട്ടിന്റെ രചയിതാവിന് ഗാനപ്രിയരുടെ സഹായഹസ്തം. പല്ലവി എന്ന സിനിമയിലെ ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനമെഴുതിയ പരത്തുള്ളി രവീന്ദ്രനെ തേടിയാണ് കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ ഭാരവാഹികൾ കൊണ്ടോട്ടിയിലെ വസതിയിൽ ചെന്നത്. ദീപാരാധന വേളയിൽ ദീപസ്തംഭം തെളിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. കണ്ണൂർ രാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് KJ യേശുദാസാണ്. പല്ലവി എന്ന സിനിമയ്ക്കു വേണ്ടി കിനാവിന്റെ കടവിൽ ഇളനീര് എന്ന ഗാനവും പരത്തുള്ളി രവീന്ദ്രൻ രചിച്ചിരുന്നു. ഈ ഗാനങ്ങൾ പിറവിയെടുത്ത് 50ാം വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് കണ്ടാണിശ്ശേരിയിലെ മാക് പ്രവർത്തകർ രാമനാട്ടുകര കൊണ്ടോട്ടി റോഡിൽ കൈതക്കുണ്ടിലെ വാടക വീട്ടിൽ കഴിയുന്ന പരത്തുള്ളി രവീന്ദ്രനെ കാണാനും ചികിത്സാ സഹായം കൈമാറാനുമായി വസതിയിലെത്തിയത്. 30,000 രൂപയുടെ ചികിത്സാ സഹായം മ്യൂസിക് ആർട്സ് സെന്റർ ഭാരവാഹികൾ കൈമാറി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംഗീതാസ്വാദകനുമായ KV അബ്ദുൽ ഖാദർ, VS ജവഹർ, KS സത്യാനന്ദ്, സുരേഷ് ശങ്കർ എന്നിവരാണ് പരത്തുള്ളി രവീന്ദ്രന്റെ ഭവനത്തിലെത്തി തുക കൈമാറിയത്. പരത്തുള്ളിയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സുരേഷ് ശങ്കർ ആലപിച്ച ശേഷമാണ് മാക് കൂട്ടായ്മ ഭാരവാഹികൾ നാട്ടിലേക്ക് മടങ്ങിയത്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 9 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 20 ആറാട്ട്, ദേശപൂരം എന്നിവയോടെ സമാപിക്കും. വ്യാഴാഴ്ച ഉത്സവത്തിന്റെ ആദ്യ ചടങ്ങുകളായ പ്രസാദശുദ്ധി, വാസ്തുബലി, അസ്ത്രകലശം, ആചാരവരണം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും വിശേഷാൽ പൂജകളുണ്ടാകും. 15 രാത്രി 8 ഉത്സവം കൊടിയേറ്റം. 18 രാവിലെ 9 മണിക്ക് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഉത്സവ ബലി നടക്കും. 19 വൈകിട്ട് 7 മണിക്ക് പള്ളിവേട്ടയും ഉണ്ടാകും. 20 അയ്യപ്പൻകാവ് ശാസ്താക്ഷേത്രം മാറാട്ടുകടവിൽ രാവിലെ 9 മണിക്ക് നടക്കുന്ന ആറാട്ട്, വൈകിട്ട് നടക്കുന്ന ദേശപൂരം എന്നിവയോടെ ഉത്സവം സമാപിക്കും. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരാകും. 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാട്ടരങ്ങ് എന്ന് പേരിട്ട കലാപരിപാടികളും 16-ാം തീയതി വൈകിട്ട് ഗാനമേളയും അരങ്ങേറും. തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 34-ാം വാർഷികാഘോഷം നടന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ CC വിജയൻ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളായ ഡോക്ടർ ശ്രീജിത്ത് കൽപ്പുഴ അഷ്ടമൂർത്തി, ഡോക്ടർ ഷൗജാദ് മുഹമ്മദ്, ഡോക്ടർ T മുകുന്ദൻ, GK പ്രകാശൻ, രേഖ കാർത്തികേയൻ, മാസുണ്ണി ഗുരുസ്വാമി, മധു ശക്തിധരൻ പണിക്കർ, സിദ്ധാർത്ഥ് ഇളവള്ളി, KC ശിവദാസ്, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ അമൃത, P അമൃത, അഡ്വക്കേറ്റ് നിരഞ്ജന എന്നിവരെ ആദരിച്ചു. SVN എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ V ജയരാജ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ മധു, BVN ജില്ലാ സമിതി അംഗം ഷാജി വരവൂർ,
ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബ്ലാങ്ങാട് GFUP സ്കൂളിന്റെ 106ാം വാർഷികാഘോഷം സർഗതാളം 2026 സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത്ത് കുമാർ പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സൗണ്ട് മജിഷ്യൻ പ്രതിജ്ഞൻ വിശിഷ്ടാതിഥിയായി. നഗരസഭാ കൗൺസിലർ ഷീജ പ്രശാന്ത് പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും ചാവക്കാട് AEO VB സിന്ധു LSS വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് മെമ്പർ CV മുരളീധരൻ സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്തു. മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ പ്രീ പ്രൈമറി കോൺവൊക്കേഷനിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും കടപ്പുറം പഞ്ചായത്ത് അംഗം AR രാജേഷ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി PN സത്യവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK തുളസി ടീച്ചർ സർഗതാളം മാഗസിന്റെ ആദ്യ വായന നടത്തി. ER സോമൻ, CN പ്രസാദ്, ഉണ്ണി ആർട്സ്, ബഷീർ ബച്ചി, ജലാലുദ്ദീൻ തെരുവത്ത്, ബാലകൃഷ്ണൻ കുന്നത്ത്, രാമദാസ് പുളിഞ്ചൻ, തെൽസിയത്ത് മൂസിൻ, PS കർണൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് CD വിജി സ്വാഗതവും PTA പ്രസിഡന്റ് TV വിബിത നന്ദിയും പറഞ്ഞു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ, മാജിക് ഷോ എന്നിവ ശ്രദ്ധേയമായി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. പ്രധാനാധ്യാപിക KS ജെൻസി കേഡറ്റുകളെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു. യൂണിറ്റ് ലീഡർ MB കാർത്തിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 50 കേഡറ്റുകളാണ് പുതുതായി ജൂനിയർ റെഡ് ക്രോസിൽ അംഗങ്ങളായത്. യൂണിറ്റ് കൗൺസിലർമാരായ അമ്പിളി പീറ്റർ, PJ ജിൻസി, ജിംഷ ഇട്ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. സീനിയർ കേഡറ്റുകളായ നിവേദ്യ കൃഷ്ണ, ഏഞ്ചൽ റോസ്, KP അമേയ, ജിനോ C ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളി പണിമുടക്കിനെ തുടർന്ന് ഭക്ഷണശാലകൾ അടഞ്ഞതോടെ കുന്നംകുളം നഗരത്തിൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടിയവർക്ക് ആശ്വാസമേകി സേവാഭാരതി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പഴയ ബസ് സ്റ്റാൻഡിലെത്തിയ വഴിയാത്രക്കാർക്കും അന്നദാനമൊരുക്കി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ പൊതിച്ചോറ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പൊതിച്ചോറുകളാണ് പണിമുടക്ക് ദിവസം നഗരത്തിലും സർക്കാർ ആശുപത്രിയിലുമായി വിതരണം ചെയ്തത്. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വിശേഷാൽ പൂജകളുണ്ടാകും. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, നാഗപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരം എഴുന്നള്ളിക്കും, പറവെപ്പും ഉണ്ടാകും. അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KC സുനിൽ, സെക്രട്ടറി MV പ്രഭകുമാർ, ട്രഷറർ മഹേന്ദ്രൻ, രക്ഷാധികാരി TS പത്മനാഭൻ എന്നിവർ അറിയിച്ചു. കനിവ ചാരിറ്റബിൾ ട്രസ്റ്റിൽ അന്തേവാസികൾക്കൊപ്പം പാട്ടുകളുമായി സമയം ചെലവിട്ട് ചിറമനങ്ങാട് കരോക്കെ ഗാനമേള ടീം. ഷാജൻ കോഴിപ്പറമ്പിൽ, ഷറഫുദ്ദീൻ, ഉല്ലാസ്, സത്യൻ പാഴിയോട്ടുമുറി, ലത്തീഫ്, ഹരി എന്നിവർ ചേർന്നാണ് കനിവിലെ അമ്മമാർക്കായി പാട്ടുകൾ പാടിയത്. മധുര വിതരണവും ഒരുക്കിയിരുന്നു. കനിവ് ട്രസ്റ്റും അന്തേവാസികളും ചിറമനങ്ങാട് കരോക്കെ ഗാനമേള ടീമിനോടുള്ള നന്ദി അറിയിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ കരിയർ ലോഞ്ച് 2026 സംഘടിപ്പിച്ചു. തൊഴിൽമേളയിൽ 22 പ്രമുഖ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തു. വിവിധ തൊഴിലവസരങ്ങളിലേക്ക് നടത്തിയ റിക്രൂട്ട്മെന്റിൽ 248 പേർക്ക് തൊഴിൽ വാഗ്ദാനം ലഭിച്ചു. പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നതോടെ തൊഴിൽ മേഖലയിലേക്ക് കയറുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലിറ്റിൽ ഫ്ലവർ കോളേജ് തൊഴിൽമേളകൾ ഒരുക്കുന്നത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തേരസ്, കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ CF ലിൻസൺ, കരിയർ ഗൈഡൻസ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ തനൂജ മാത്യു എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,280 രൂപ. സ്വർണം പവന് 1,14,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ അമിതാവേശത്തിനെതിരെ വിമർശനവുമായി K മുരളീധരൻ. തെരഞ്ഞെടുപ്പിനുള്ള ആവേശമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ദോഷകരമായ അമിതാവേശമാണ് പുതുയുഗ യാത്രയിൽ പ്രകടിപ്പിക്കുന്നതെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും മുരളീധരൻ. പുന്നൂർക്കുളത്തെ K കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ 2ാമത് പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചു.
തലപ്പള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാനേ കഴിയൂവെന്ന കൃഷിവകുപ്പിന്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. പുസ്തക സമാഹരണത്തോടെ പുന്നയൂർക്കുളം പഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.